because you are the best, so you deserve the best. Raju. ഇതൊക്കെ അറിയാലടാ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ബോറടിക്കുന്നു ഈ പാട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. അപ്പോൾ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. താങ്ക് യു. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഗിറ്റാറിൽ ഹാപ്പി ബർത്ത്ഡേ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ തമ്പ്നെയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്ന് എൻ്റെ 27th ബർത്ത്ഡേ വ്ളോഗാണ് നിങ്ങൾ കാണാൻ. ഓവറാക്കാതെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നതല്ല കേട്ടോ, ഇവന് വയ്യാണ്ടായി. ബർത്ത്ഡേ എൻ്റെ ആണെങ്കിലും അബിക്കാണ്. എനിക്കിത് ഒരു 5 വർഷം മുമ്പത്തെ എന്നെ ഓർമ്മ വരുന്നു. അബിക്കാണ് ഫുൾ എക്സൈറ്റ്മെൻറ്റ്. 31st January 1998 ഒരു 12 മണി ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ ജനിച്ചത്. എൻ്റെ 27th ബർത്ത്ഡേ ആണിത്. എനിക്കത് പറയുന്നതുകൊണ്ട് ഒരു നാണക്കേടുമില്ല. എനിക്ക് സ്റ്റിൽ എനിക്ക് ഒരു 22, 23 ആ ഒരു ഫീലേ ഉള്ളൂ. പക്ഷേ ഓരോ വർഷങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ റിമൈൻഡർ ദാറ്റ് എന്താ പറയുക, നമ്മളിങ്ങനെ ഓരോ വർഷങ്ങൾ നമ്മളിങ്ങനെ കഴിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. ഓരോ ബർത്ത്ഡേസും ഹൗ ഫാർ വി ഹാവ് കെയിം എന്നുള്ളത്. ഫ്യൂച്ചർ മീ തിരിഞ്ഞു നോക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഐ ട്രൈ ടു റെക്കോർഡ് എൻ്റെ എല്ലാ ബർത്ത്ഡേസും. വലിയ ഹാപ്പനിങ്സ് ഉണ്ടാവത്തില്ലായിരിക്കും, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പം 23 ഞാൻ ചാനൽ തുടങ്ങിയതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് ഇയർ ബർത്ത്ഡേ ഫുൾ ഡോക്യുമെൻറ്റഡ് ആണ്, യൂട്യൂബിലുണ്ട്. ഞാൻ ഇവിടെ ഐ ബട്ടൺ കൊടുത്തേക്കാം. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. കുറേ സർപ്രൈസസുകൾ അഭി തന്നായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. നമുക്ക് ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഓരോ വർഷവും ഉറപ്പായിട്ടും ആ ഒരു ട്രാൻസിഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് ലാസ്റ്റ് ബർത്ത്ഡേയിലുള്ള ആളല്ല ഞാൻ ഈ ബർത്ത്ഡേയിൽ. അങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒരു കേക്ക് കട്ടിങ്ങോ അങ്ങനെ എന്താ പറയുക, അമ്മയച്ഛനും കുറേ സർപ്രൈസ് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമോ, എസ്പെഷ്യലി ഈ ഡേയിൽ 31st Jan എന്നുള്ള ഡേയിൽ ആരും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാഞ്ഞത് നമ്മൾ എന്താ പറയുക, എൻ്റെ വീട്ടുകാർക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അങ്ങനത്തെ ഒന്നും അല്ല. ലൈക്ക് ദേ വെയറന്റ് യൂസ് ടു ദാറ്റ്, ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ നായർ ഫാമിലിയാണ്. ആൻഡ് അവിടെ എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 31st January എൻ്റെ ബർത്ത്ഡേ അല്ല എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം. അമ്മയ്ക്ക് മകരമാസത്തിലെ പൂരുരുട്ടാതെ ഏത് ദിവസമാണോ വരുന്നത് അതാണ് എൻ്റെ പിറന്നാൾ. അപ്പം അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവും, അന്ന് വീട്ടിൽ പായസം ഉണ്ടാക്കും, അടുത്തുള്ളവർക്കൊക്കെ ഫുഡ് സദ്യ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പം ആ രീതിയിൽ യെസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, പിള്ളേരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കേക്ക് കട്ടിങ് എന്നൊരു സാധനം എൻ്റെ ലൈഫിൽ നടന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ ആ ഒരു ഒബ്സഷൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, എനിക്ക് എൻ്റെ ഫസ്റ്റ് കേക്ക്, എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കിട്ടുന്നത് ഞാൻ +1 പഠിക്കുമ്പോൾ. ഭയങ്കര അതെൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും ആദ്യത്തെ സർപ്രൈസ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്ലാൻ ചെയ്തിട്ട് എന്താ പറയുക, ഭയങ്കര സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു കേക്കൊക്കെ തന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് 17-18 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു പരിപാടി. ആൻഡ് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്തടത്ത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് ആൾക്കാരൊക്കെ ചെയ്യുക, നമ്മളെ ആൾക്കാർക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ദിവസം, അതൊക്കെ ഇങ്ങനെ എനിക്ക് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ് ഐഡിയ. കൊള്ളാം എന്ന് തോന്നി. അപ്പം തൊട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വുഡൊന്നും ഇല്ല ഇവിടെ, ടച്ച് വുഡ്, എനിക്ക് പിന്നീട് അങ്ങോട്ട് എല്ലാ ബർത്ത്ഡേസും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ എം സെയിങ് ആയിരുന്നു ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്. എനിക്കിപ്പം അതിനോട് വലിയ താല്പര്യമില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ. ആൻഡ് ഒരു കോളേജിലൊരു 4th year വരെയൊക്കെ ഈ ഒരു ഒബ്സെഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അതായത് കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ. ബർത്ത്ഡേസ് ആർ ഓൾവേസ് സ്പെഷ്യൽ ടു മീ. എന്റെ മൈൻഡിൽ ഇങ്ങനെ പോകും എല്ലാം ഞാൻ ചിന്തിക്കും. ആൻഡ് ഇറ്റ്സ് റിയലി ഹാർഡ് ടു സർപ്രൈസ് മീ. എന്നെ സർപ്രൈസ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഈസി. അപ്പം ഐ റിയലി അപ്രീഷിയേറ്റ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ. ആൻഡ് ഈ ബർത്ത്ഡേക്ക് ഞാൻ പ്രത്യേകം അഭിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പരിപാടിയും വേണ്ട. അപ്പം എനിക്കത് കോളേജിൽ നിന്ന് ആരും അങ്ങനെ ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് പ്രാന്തായിരുന്നു. ഞാൻ ക്ലാസ്സിൽ എല്ലാവർക്കും ലഡു ഒക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു കോളേജിൽ.
അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുമല്ലോ, അങ്ങനത്തെ ഒരു ബർത്ത്ഡേ ഗേൾ ആയിരുന്നു ഞാൻ. ഞാനിപ്പോൾ ആരുടെ അടുത്ത് എൻ്റെ ബർത്ത്ഡേനെ പറ്റി ഒന്നും പറയാതെ ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ലൈക്ക് എൻ്റെ കമ്പനി എൻജോയ് ചെയ്ത് എൻ്റെ ഒരു ഹോം അല്ലെ എൻ്റെ ഒരു കംഫേർട്ടിൽ അബീൻ്റെ കൂടെ ലൈക്ക് ഞാൻ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ ലൈക്ക് നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ലക്ഷം രൂപ പൊട്ടിച്ചാണ് അബീത്തൊക്കെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ജലസ് ആയിട്ട് തോന്നാറുണ്ട്. അതേസമയം എൻ്റെ ബർത്ത്ഡേ ഒക്കെ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒന്നും എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അത് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് കിട്ടുന്ന നമുക്ക് കുറച്ചൊരു സാധനങ്ങളുണ്ടല്ലോ, അതിലായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ബ്രേക്ക് ദാറ്റ്. അപ്പം ഞാൻ അതിൻ്റെ വെളിയിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ആൻഡ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. അതായത് ഈ യൂണിവേഴ്സ് ഹാവ് ഹേർഡ് എനിക്ക് എന്താണ് വേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചലഞ്ചിങ് ഇയർ ആയിരുന്നു. ആൻഡ് ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്യപ്പെട്ട ഒരു വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്നെ വിഷ് ചെയ്യുന്നവരുടെ ഒന്നും എനിക്ക് തിരിച്ചവരുടെ ബർത്ത്ഡേസ് എനിക്ക് അറിയത്തില്ല. എൻ്റെ 27ലേക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ കാല് വെക്കുകയാണ് ഗൈസ്. എനിക്ക് ഗിറ്റാർ അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് എല്ലാ പാട്ടും എനിക്ക് ഗിറ്റാറിൽ പാടാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. God bless you. Happy 27 to me. നിങ്ങൾ ഓർക്കും എനിക്ക് വട്ടാണെന്ന്, പക്ഷെ ഗൈസ് ഇതൊരു സത്യമാണ് കേട്ടോ. നമ്മൾ വെളിയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാ സന്തോഷങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കലാപരിപാടികൾ. അങ്ങനെ ഒഫീഷ്യലി 12 മണി ആയിരിക്കുകയാണ്. ഞാൻ 27 ആയിരിക്കുന്നു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. ഇത് എത്രാമത്തെ ഹാപ്പി ബർത്ത്ഡേ പാട്ട്? നാളെ പെണ്ണിന് ഹാപ്പി ബർത്ത്ഡേ. അപ്പോ ഗൈസ് ഒഫീഷ്യലി ആ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാം. Happy birthday to you. Jingle bells, jingle bells. Happy birthday to you. എനിക്ക് ബോറടിക്കുന്നു ഈ പാട്ട്. ഈ സ്വഭാവം ഇങ്ങനെ ഫുൾ വേണം ലൈഫ് ലോങ് തോന്നുന്നു. ഇത്രയും ചിന്തിക്കുന്നത് ഓണസ്റ്റി. ഓണസ്റ്റായിട്ട് നിന്നെ പോലെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇംപ്രസീവ്. അതെന്താടാ? അത് നിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും പിന്നെ നിനക്ക് എന്റെ ഭാര്യ അറിയാനാ, ഭാര്യമാരൊക്കെ കള്ളം പറയാൻ പറ്റിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, എനിക്കറിയാം. ഞാൻ എന്നെക്കാട്ടി വലിയ കള്ളം പറയല്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കാണാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ്. അപ്പോൾ ഹായ് ഗായ്സ്, ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതാണ് D-Day, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് ഞാൻ ബ്ലോഗ് ഒന്നും എടുത്തില്ല. ഇവിടെ ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഇരിക്കുന്ന ഇരിപ്പും പിന്നെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ. ഒരു ഹാപ്പനിങ്ങും ഇല്ല. മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കാരണം ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഞാൻ ഇന്ന് ലീവ് എടുക്കേണ്ടതായിരുന്നു ടു ബി ഓണസ്റ്റ്. ഞാൻ ഓർത്തു കുഴപ്പമില്ല വർക്കിന് കയറാം. പക്ഷേ ഭയങ്കര ഓവർവെൽംഡ് ആണ്. കാരണം എനിക്കിങ്ങനെ ഓക്കെ എൻ്റെ ബർത്ത്ഡേ ആണ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷേ ഞാനിങ്ങനെ എന്നെ തന്നെ എക്സോസ്റ്റഡ് ആക്കി കളഞ്ഞു. വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഗ്ലൂമി ആയി തുടങ്ങുന്ന പോലെ അവന് മനസ്സിലായി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു ഹി ഫെൽറ്റ് ബാഡ്. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ വല്ല കേക്ക് മേടിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് വെളിയിൽ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വെളിയിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയി. ആൻഡ് ഒബ്വിയസ്ലി ഐ എം ഡിസപ്പോയിന്റഡ്. എനിക്കറിയായിരുന്നു, കണ്ടത് ഞാൻ ഗസ് ചെയ്തു. താങ്ക് യു. കണ്ടോ? പാച്ചിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്താ തോന്നുന്നു. എങ്ങനെയാ? എനിക്ക് ശരിക്കും കേക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നി ഉച്ചയായപ്പോ. എനിക്ക് തോന്നി ഞാൻ പോലെ നിനക്ക് തോന്നി. കൊള്ളാം. ചിത്രാജീവിന് ആ ഒരു ചടങ്ങ് ഇല്ലാതാക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി ആയിക്കോട്ടെ. ഇതാക്കി നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ മേടിച്ചത്. പക്ഷെ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു.
ഹാപ്പി ബർത്ത്ഡേ എന്റെ അല്ല അഖിലയുടെ. നായിക അവിടെ ഉണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാ. പൊന്നി ടോബി ടോബിക്കുണ്ടോ? ആ ഹാപ്പി ബർത്ത്ഡേ പറയണോടാ. താങ്ക് യു. സർപ്രൈസ് ആണോ വാച്ചോ? സർപ്രൈസ് വല്ലോ ആണോ? സർപ്രൈസ് ഒന്നും അല്ല. എന്തുവാടാ? താങ്ക് യു. ഇത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോ തട്ടിക്കൂട്ടിയാണെങ്കിലും ചെയ്തു. താങ്ക് യു. സന്തോഷായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് മേടിക്കാനല്ലോ ഉച്ചക്ക് ഓടി പോയ. Happiest birthday to my princess. Stay happy as you always are. Thank you for being with me and making my life cheerful. Let's achieve all our goals for this year together. Wishing you the best birthday to everyone's favorite person, Anna. From Achan, Amma into 2, Anuginu and Toby and Abhijit. Thank you. ഇനിയുണ്ടോ സർപ്രൈസ്? ഇനിയുണ്ട്. ഇതെന്തോ? സ്മോൾ ഗിഫ്റ്റ്. അഭിജിത്ത് രാജീവിന് വയ്യാതായോ? ഇതെന്തോ? അതൊക്കെ ഉണ്ട്. എടാ ഷൂസോ? അനുവിനറിയോ? അതിൽ കാണുന്നുണ്ടോ നോക്കിയേ. അതിൽ കാണുന്ന ഉണ്ട്. ഇതെപ്പോ മേടിച്ചു? എപ്പോ കളക്ട് ചെയ്തു? ഞാൻ പോലും നോക്കിയില്ല കേട്ടോ. അയ്യോ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കരയുന്നോ? അമ്മേ ഞാൻ കരയുന്നു. പോളോ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനുണ്ട്? അയ്യോ കാണുന്നില്ലേ? കണ്ടില്ലേ? എങ്ങനുണ്ട്? കോളായി. അനുവാണ് സെലക്ട് ചെയ്തത്. അനുവല്ല അമ്പി. പൊളി പൊളി. ഞാനോർത്ത് ഷൂസ് ആയിരിക്കും. നല്ല കളർ. എനിക്ക് എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക ഇമോഷൻസും എല്ലാം കൂടെ വന്നിട്ട് ഒരു പ്രത്യേകതരം സ്റ്റേറ്റിലായിരുന്നു ഞാൻ. എൻ്റെ നാട്ടിൽ കുറേ ബാഗൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബാഗ് മേടിക്കുന്നത് തന്നെ. ആൻഡ് അതത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. പക്ഷെ അപ്പോഴെല്ലാം അബി ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാം നമുക്കൊരു ബാഗ് വാങ്ങണം. ശരി, ഞാൻ ഇതൊന്നും നേരത്തെ ഒന്നും പുള്ളിക്കാരനെ കുളമാക്കിപ്പോ. പൊള്ളിയായിട്ടുണ്ട് കേട്ടോ. അല്ലേ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം കേട്ടോടി. അല്ലേ? നിനക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഞാനിങ്ങനെ ഞങ്ങള് കടയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വാങ്ങണോന്നൊക്കെ. പക്ഷെ ഇത് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എത്ര ഇതിന്? ഞാൻ ഇവിടെ കേക്ക് പോലും വേണ്ട ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. പൊളി. ഒരു ക്ലൂ ഇല്ല. നീ കാർഡിന്റെ കാര്യം ഞാൻ കുറെ നാളെ മുമ്പ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അഭിയത്ത് എനിക്ക് എപ്പോഴെങ്കിലും കാർഡൊക്കെ തരുമായിരിക്കും. ഞാൻ നിനക്ക് കാർഡ് തന്നില്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് ഇവൻ അതൊന്നും അറിയത്തില്ല എന്നൊക്കെ.
പക്ഷെ കാർഡ് ഞാൻ എന്റെ ചിന്തകളിൽ പോലും പോയില്ല. പിന്നെ മനസ്സിലായില്ലേ, കിറ്റ്കാറ്റ് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കേക്ക് പൊളിഞ്ഞല്ലോ, കേക്ക് മാത്രം. കേക്ക് പൊളിഞ്ഞോണ്ടാ ബാക്കി നീ പിടിക്കാൻ. ആ അത് ശരിയാ, ഞാൻ ഓർത്തൊക്കെ കേക്കില് തീർന്നു. പക്ഷെ എനിക്ക് ഡിസപ്പോയിന്റ്മെന്റും വരത്തില്ല, കാരണം ഞാനിങ്ങനെ പറഞ്ഞില്ലേ ഒന്നും വേണ്ട ഒന്നും വേണ്ട. ഞാൻ കേക്കിനെ മുന്നേ കേക്ക് പിടിയിട്ടൊന്നും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് കേക്കിനെ മുൻനിർത്തി ബാക്കിയെല്ലാം അതിന്റെ പുറകെ കൂടെ ചെയ്യുമായിരുന്നു. കേക്ക് പിടിക്കുന്നേ പിടിച്ചോ, കേക്ക് അവൾ ആദ്യമേ സർപ്രൈസ് പൊട്ടിച്ചു. അയ്യോ ശരിക്കും ഷോക്കായി പോയി. എല്ലാ വീഡിയോയിലല്ലേ വന്നിട്ടുണ്ട്. ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടി പോകാന്നുള്ള ഇതിൽ ഞാൻ പോയത്. പക്ഷെ ആക്ച്വലി ഞാൻ ബാഗ് എടുക്കാൻ വേണ്ടിയാ പോയത്. താങ്ക് യു. എല്ലാരും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരെയും വെച്ചിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും പോവാന്നുള്ളതേ ഉള്ളൂ. Happy birthday to you. അമ്പി ഓടി വാ. പൊന്നി ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു അഖില ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ അടിപൊളി കേൾക്കാം. ഞാനല്ലേ തരണ്ടേ? അപ്പൊ ഒന്നുമില്ലാന്ന് വിചാരിച്ച ബർത്ത്ഡേ കേക്കൊക്കെ കട്ടായിരുന്നു. അടിപൊളി. ഇനിയും വേണം എനിക്ക് ഒറ്റക്കിരുന്ന് കേക്ക് ഒന്നും തിന്നെ. ഗൈസ് എനിക്ക് എന്താ പറയണ്ടേന്ന് എനിക്കറിയത്തില്ല. ഐ എം സോ ഹാപ്പി. ആൻഡ് ഞാൻ ഇതാണ് എനിക്ക് തന്ന ഗിഫ്റ്റ്. ഗൈസ് ഹുഗോ ബോസിന്റെ ബാഗ്. I mean, why this? Because you are the best, so you deserve the best. Thank you. ഈ ബാഗൊക്കെ പ്രതാപിന്റെ ഫ്രണ്ടിന്റെ അടുത്താ വന്നത്. അപ്പൊ ഞാൻ അവർക്ക് ഓക്കെ കേക്ക് അവൻ മേടിക്കാൻ പോയതാന്ന്. അതിന്റെ കൂടെ നൈസായിട്ട് ചെറിയ പ്ലേകളുണ്ട്. അതെന്താ എക്സാമ്പിൾ പറ. ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെയാ നമ്മള് ചെയ്ത് പോകുന്നത്. എനിക്ക് ലെറ്റർ ഒത്തിരി സന്തോഷമായി. കാരണം ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്തപ്പോ കിട്ടുമ്പോ ഭയങ്കര രസമല്ലേ. പാച്ചു എനിക്ക് ലൈഫിൽ തരുന്ന ആദ്യത്തെ കാർഡാന്ന് തോന്നുന്നു അല്ലേ. ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവനെ കാർഡ് കൊടുത്തത്. അപ്പൊ ഞാനിങ്ങനെ അത് എടുക്കാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒക്കെ ഇവൻ എനിക്ക് വാങ്ങി തരുമായിരിക്കുമോ എന്നൊക്കെ. കാരണം ഇവൻ അങ്ങനൊന്നും ആ രീതിയിലല്ലല്ലോ ബോയ്സിന്റെ ബ്രെയിൻ ചിന്തിക്കുന്നത്. പക്ഷെ ഐ വാസ് സോ ഹാപ്പി. കാരണം ഇന്ന് ഇത്രയും സ്ട്രഗ്ലിംഗ് വർക്കിന്റെ ഇടയിൽ നിന്ന് ഇതെല്ലാം ചെയ്തത്. ഐ എം സോ ഹാപ്പി. മാൾട്ടീസേഴ്സിന്റെ മുട്ടായൊക്കെ എടുത്ത് വെച്ച് എന്തെങ്കിലും ചോക്ലേറ്റ് ട്രഫിൾ ഐ ഗസ് ഞങ്ങൾക്ക് കാണിച്ചു. നല്ല കിടിലൻ കേക്കായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടല്ലോ. നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫാമിലീനെ എല്ലാം വിളിച്ചു. അപ്പോൾ എനിക്ക് കുറേ സർപ്രൈസ് ഒക്കെ തന്നു. ഞാൻ എന്താ ബലൂണും ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ഇങ്ങനെ ഓക്കെ ജസ്റ്റ് അനദർ ഡേ എന്നുള്ള രീതിയിൽ ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് അപ്പിക്ക് മാത്രമേ എന്നെ സർപ്രൈസ് ചെയ്യാൻ പറ്റൂന്ന്. കാരണം ഞാൻ അത്രയും തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എല്ലാ മൂവ്സും എല്ലാ പോസിബിലിറ്റീസും ഞാൻ തിങ്ക് ചെയ്യും. പക്ഷെ ഫെയർ പ്ലേ, അപ്രീഷിയേറ്റ് യു. ഇത്ര എഫേർട്സ് ഒക്കെ എടുത്തു. എനിക്ക് ബാഗ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തോട്ട് ഹി വിൽ ബൈ മീ ദിസ് എന്ന്. കാരണം ഞാൻ ഷൂസ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനം. അഭി എപ്പോഴും എനിക്ക് പറയായിരുന്നു എനിക്ക് നല്ലൊരു വാലന്റീനോയുടെ ബാഗൊക്കെ ഇങ്ങനെ അഭി നോക്കിയിട്ട് പറയും ഞാൻ വാങ്ങിത്തരാം നീ നോക്ക്. ഇവനിങ്ങനെ മറ്റേ ചീപ്പ് സാധനങ്ങൾ എടുക്കുന്നത് താല്പര്യമില്ല. അഭിക്ക് ഇങ്ങനെ എല്ലാം ടോപ്പ് ബ്രാൻഡ്. ഇവന്റെ ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം ബ്രാൻഡ് മോൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ എനിക്ക് ഒട്ടും പ്രഷർ ഇല്ല കേട്ടോ നീ ഇപ്പൊ ഇത് തന്നതുകൊണ്ട്. ഏറ്റവും സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതാണ്, ഒരു ക്യൂട്ട് കാർഡ്. ഇത് എനിക്ക് അറിയത്തില്ല, നിനക്ക് ഇതൊക്കെ അറിയാലേടാ? എനിക്ക് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാർഡൊന്നും മേടിച്ചിട്ടില്ല. ഇത് നീ എനിക്ക് ആദ്യമായിട്ട് തരുന്ന കാർഡാ. റൊമാൻറ്റിക് ഒക്കെ ആവുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അഭി ഭയങ്കര റൊമാൻറ്റിക് ആണ്. അത് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്കിങ്ങനെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ ദിസ് ഇസ് സോ ഗുഡ്. ഭയങ്കര പ്രഷ്യസ് ആണ്. പിന്നെ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ഐ ഹാവ് ഓൾ ദിസ് ഇൻ മൈ പേഴ്സണൽ സ്പേസ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ കിറ്റ്കാറ്റ് എന്താ ആഘോഷം? അതെ, കിറ്റ്കാറ്റ് എന്തുകൊണ്ടാ? കിറ്റ്കാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മുട്ടായാണ്. അപ്പോൾ അപ്പം ഇങ്ങനെ എപ്പോഴും എനിക്ക് കിറ്റ്കാറ്റ് ഒക്കെ വാങ്ങിത്തരും.
അതാണ് ഗൈസ്, എനിക്കറിയത്തില്ല. ഐ എം സോ ഹാപ്പി. ഭയങ്കര ഒരു ട്രാൻസിഷൻ ആയിരുന്നു. എനിക്കിങ്ങനെ കുറച്ച് ലോ ആയിട്ടൊക്കെ തോന്നി. ഞാൻ പറഞ്ഞില്ലേ വർക്കിലൊക്കെ ഇന്ന് ഒത്തിരി ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എന്തുവാ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ. എല്ലാവരും ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ വർക്കിലൊക്കെ ആയിരിക്കുമല്ലോ. ഐ എം സോ ഹാപ്പി. ഫാമിലി എല്ലാവരും വന്ന് കോളിൽ എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അബിയുടെ അമ്മയെ മാത്രം മിസ്സായിപ്പോയി, അമ്മ ഉറങ്ങിപ്പോയി. പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഞാൻ ഈ ബർത്ത്ഡേ ഒരിക്കലും മറക്കത്തില്ല. അപ്പം ഒഫീഷ്യലി ടേൺ 27 ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ മോർ അവേഴ്സ് എൻ്റെ ഈ സ്പെഷ്യൽ ഡേ ഇപ്പം തീരും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇനി പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനി വെളിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകും. അപ്പം ഞങ്ങൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം. ഗൈസ് അങ്ങനെ ഞാൻ പിടിച്ചിരിക്കുകയാണ്. ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തേനെന്ന് എനിക്കറിയത്തില്ല. ഐ എം സേയിങ് ദിസ് സീരിയസ്ലി. കാരണം എല്ലാ ബർത്ത്ഡേസിനും അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഏതൊരു സ്പെഷ്യൽ ഒക്കേഷൻ വന്നാലും എൻ്റെ മുഖത്തൊരു സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും സിറ്റുവേഷൻസും അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം. പക്ഷെ സ്റ്റിൽ എന്താ പറയാ അതിൻ്റെയൊക്കെ മേളില് എൻ്റെ മുഖത്തൊരു സന്തോഷം അല്ലെ നീ സ്നേഹിക്കുന്നവര് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ലൈക് നീ എടുക്കുന്ന എഫേർട്ടിനെയൊക്കെ ഐ എം റിയലി അപ്രീഷിയേറ്റിംഗ് ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം ഇങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഡേ എന്ന് പറയുന്നത് അതാണല്ലോ, നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു ഡേ. അല്ലെങ്കിൽ നമ്മൾ എത്ര മീൻ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ നിന്ന്. ഇപ്പം ഇവൻ എനിക്ക് ബാഗ് വാങ്ങിച്ചത് കൊണ്ട് അതൊന്നും ലൈക്ക് വളരെ ലിറ്റിൽ തിങ്സ്. ഞാൻ ഇപ്പോൾ എക്സ്പെൻസിന്റെ രീതിയിലല്ല പറയുന്നത്. പക്ഷെ ഷോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ വൈകുന്നേരം എനിക്ക് ഫുഡ് കഴിക്കണമെന്നില്ല, എനിക്ക് കേക്ക് കട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഇതൊക്കെ പുള്ളീന്റെ നിർബന്ധമാണ്. കാരണം അതൊരു ചുമ്മാ ഒരു ഡേ ആയിട്ട് പോകാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ 27th ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർക്കാൻ ഒന്നും ഇല്ലാതിരിക്കരുത് എന്ന് അവ എപ്പോഴും എൻഷുർ ചെയ്യാറുണ്ട്. അപ്പൊ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സ്നേഹിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അതും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. താങ്ക്സ് പാച്ചു. എല്ലാം കൊള്ളാം, പക്ഷേ നമ്മൾ ജിമ്മിൽ പോയില്ല. അയ്യാ അങ്ങനെ എൻ്റെ 27ാമത്തെ ബർത്ത്ഡേ ഏതാനും മണിക്കൂറുകളിൽ അവസാനിക്കുന്നതാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അതിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അപ്പോൾ എസ്പെഷ്യലി നമ്മളിങ്ങനെ വെളിയിൽ ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പോൾ എന്നെ വിളിച്ച് വിഷ് ചെയ്തവർക്കും എന്നെ മെസ്സേജ് അയച്ചവർക്കും എന്നെ ഓർത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ബർത്ത്ഡേ ഡിന്നറിന് സിസിയാണ് ചൂസ് ചെയ്തത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാണുമ്പോൾ മാത്രം എനിക്ക് വരുന്ന ഒരു പ്രത്യേകതരം സന്തോഷമാണ്. കിടക്കുന്ന കിടപ്പ് ഉണ്ട്. എനിക്ക് ഇവരുടെ പ്രസൻറ്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കഴിക്കുന്ന പാസ്ത പോലുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. തട്ടിപ്പറിച്ചുകൊണ്ട് പോകല്ലേ.
കഴിക്കും പാച്ചു. 40 മിനിറ്റ് എടുത്ത് അവർ കൊണ്ടുവന്ന് ഐസ്ക്രീം ഞങ്ങൾ ആദ്യം ബാഗ് എടുക്കാന്ന് വിചാരിച്ചു. അന്നേരം അബി നിനക്ക് ബാഗ് എടുത്തു തന്നു ഇവള് പറഞ്ഞു. താങ്ക് യു ഗൈസ്. എന്നെ കൊണ്ടുപോയതാ കൊറേ മാലകളൊക്കെ സെലക്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ഗൈസ്. എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ദേവുവിന് എവരിഡേ യൂസിന് ഇടാനുള്ള മാലല്ലേ, അതെല്ലാം എനിക്ക് തന്നു. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. താങ്ക് യു. ഇത്രയും ബർത്ത്ഡേ വിഷസ് കിട്ടിയത് ഭയങ്കര സന്തോഷം. അങ്ങനെ അബിയുടെ സർപ്രൈസിനെല്ലാം ശേഷം പിറ്റേ ദിവസം ഇവരെന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവൾക്ക് ഓഫീസിലിടാനൊക്കെ കുറച്ച് മാല നോക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് തന്നെ നൈസായിട്ട് മാലകളൊക്കെ സെലക്ട് ചെയ്യിപ്പിച്ച് അവസാനം അത് എനിക്ക് തന്നെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് തന്നു. അപ്പോൾ എനിക്കിപ്പം കുറച്ച് അടിപൊളി മാലയുടെ കളക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം നന്ദി, നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമായി അബി. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയിട്ട്. എനിക്കറിയത്തില്ല ഈ വ്ളോഗ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു, പക്ഷേ ഐ എം റിയലി ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങളിങ്ങനെ എന്താ പറയുക, നിങ്ങൾ അവരെ എക്സ്പ്രസ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഹൗ മച്ച് ദേ മീൻ ടു യു എന്നൊക്കെ. കാരണം അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ നിങ്ങൾ വിളിച്ച് വിഷ് ചെയ്യുക, മെസ്സേജ് അയക്കാതെ വിളിച്ച് വിഷ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണണേ. ബൈ.